ഹായ് ഓൾ, ലെറ്റ്സ് ലേൺ BSc പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള വീക്ക്ലി സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ആഴ്ചത്തെ സ്റ്റഡി പ്ലാൻ ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വീക്കിലെ സ്റ്റഡി പ്ലാൻ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഈ സ്റ്റഡി പ്ലാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് വീക്കിലെ പ്ലാൻ ഫോളോ ചെയ്ത് തുടങ്ങിയവർ ആ ടാർഗറ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് വീക്കിലെ സ്റ്റഡി പ്ലാൻ നോക്കാം. ഈ വീക്കിൽ ഡേ 1 നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതേപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇത് രണ്ടും പഠിക്കണം. ഇത് അത്യാവശ്യം ഒരുപാട് വലിയ ടോപ്പിക് അല്ല, എന്നാൽ പോലും പഠിക്കാനുള്ള ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് 2 ദിവസത്തേക്കായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഡേ 1 മനുഷ്യാവകാശ കമ്മീഷന്റെ പാർട്ട് 1 നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്തതായി പഠിക്കേണ്ടത് നമ്മൾ നവോത്ഥാന നായകന്മാർ കഴിഞ്ഞ വീക്കിൽ തന്നെ തുടങ്ങിയിരുന്നു. അതിൽ ശ്രീനാരായണ ഗുരു ആണ് ഡേ 1 നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്തത് ഒരു ടോപ്പിക്ക് നമ്മുടെ ബയോളജി പോർഷനിൽ വരുന്ന രോഗങ്ങളും രോഗകാരികളുമാണ്. ഇത് അത്യാവശ്യം വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തൊരു 4 ദിവസം കൊണ്ടാണ് ഈ ടോപ്പിക്ക് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ പഠിക്കേണ്ടത് ബാക്ടീരിയൽ രോഗങ്ങളാണ്. ഇവിടുന്ന് സ്ഥിരം ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. എല്ലാം കൂടി ഒരു ദിവസം കവർ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് 4 ദിവസങ്ങളിലായിട്ട് പഠിക്കുന്നത്. സോ ആദ്യത്തെ ദിവസം ബാക്ടീരിയൽ രോഗങ്ങളാണ് നമ്മുടെ ടോപ്പിക്ക്. ഇനി ഡേ 2 നോക്കുകയാണെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ പാർട്ട് 2 നവോത്ഥാന നായകന്മാരിൽ പണ്ഡിറ്റ് കറുപ്പൻ, അതേപോലെ വൈറസ് രോഗങ്ങൾ. ഇത് അത്യാവശ്യം കുറേ അധികം പഠിക്കാനുണ്ട്. കുഴപ്പമില്ല, നമ്മൾ 4 ദിവസമായിട്ട് കവർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും. ഓക്കെ, ഇനി ഡേ 3 നോക്കുകയാണെങ്കിൽ നമ്മൾ മാത്സിലെ ശരാശരി എന്നുള്ള ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ശരാശരി എന്നുള്ള ടോപ്പിക്ക് 3 ദിവസം കൊണ്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. സോ അത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ശരാശരിയുടെ പാർട്ട് 1 ആണ് ഡേ 3 ഫസ്റ്റ് ടോപ്പിക്ക്. സെക്കൻഡ് ടോപ്പിക്ക് നവോത്ഥാന നായകന്മാരുടെ കണ്ടിന്യൂവേഷൻ VT ഭട്ടതിരിപ്പാട്. പിന്നെ മൂന്നാമത് നമ്മുടെ രോഗങ്ങൾ രോഗകാരികളിലെ ഫംഗസ് രോഗങ്ങൾ. ഇത്രയുമാണ് ഡേ 3 നിങ്ങളുടെ ടൈം ടേബിൾ വരുന്നത്. ഇനി ഡേ 4 നമ്മുടെ ശരാശരി മാത്സ് ടോപ്പിക്കിലെ ശരാശരിയുടെ പാർട്ട് 2. പിന്നെ രോഗങ്ങൾ രോഗകാരികളിൽ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് മിസ്സായത് പഠിക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡേ 4 യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് വലിയ ടോപ്പിക് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മറന്നു പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡേ 4 ഒരു സ്ലോട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ നമ്മൾ ഡേ 4 പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് മത്സ്യബന്ധനം. ഇവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി ഡേ 5 ശരാശരിയുടെ പാർട്ട് 3, അതായത് ഡേ 5 കൊണ്ട് ശരാശരി എന്ന മാത്സ് ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതേപോലെ നവോത്ഥാന നായകന്മാരിൽ പൊയ്കയിൽ കുമാരഗുരുദേവൻ ആ ടോപ്പിക്ക് അന്ന് പഠിക്കണം. പിന്നെ നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണല്ലോ എല്ലാ 10th ലെവൽ പരീക്ഷകൾക്കും. അപ്പോൾ വൈറ്റമിൻ A എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്നുള്ളതൊരു വലിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് നമ്മൾ എന്നും കുറച്ച് വെച്ചിട്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡേ 5 നമ്മളത് തുടങ്ങുകയാണ്. അന്ന് നമ്മൾ വിറ്റമിൻ A കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇനി ഡേ 6 ഡേ 7 എടുക്കുകയാണെങ്കിൽ ഡേ 6 മന്നത്ത് പത്മനാഭൻ, അതായത് മന്നത്ത് പത്മനാഭനും കൂടി കവർ ചെയ്യുമ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള നവോത്ഥാന നായകന്മാർ ഏകദേശം കംപ്ലീറ്റ് ആകും. അതുകൊണ്ട് മന്നത്ത് പത്മനാഭൻ എന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക. അതേപോലെ SCERT ക്ലാസ് 7 സോഷ്യൽ സയൻസ് പാർട്ട് 1 ടെക്സ്റ്റിലെ യൂണിറ്റ് 4 കൂടി നിങ്ങളൊന്ന് വായിക്കുക. അതിനകത്ത് കുറച്ച് നവോത്ഥാന നായകന്മാരെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീക്കിൽ തന്നെ അതുകൂടി വായിക്കാൻ ശ്രമിക്കുക. ബാക്കി സമയം നമുക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഈ ആഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ റിവൈസ് ചെയ്യുന്നത് ഇനിയുള്ള, അതായത് ഡേ 6 ബാക്കി ടൈമിലും ഡേ 7 ആയിട്ട് റിവൈസ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫസ്റ്റ് വീക്കിലെ ടോപ്പിക്സ് എന്തെങ്കിലും നിങ്ങൾക്ക് മറന്നു പോകുന്നത് പോലെ തോന്നുകയാണെങ്കിൽ അതുകൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ ഈ ഒരു ടൈം ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീക്ക് 2 ടൈം ടേബിൾ. സ്റ്റഡി പ്ലാനിൽ ഇത്രയധികം ടോപ്പിക്സ് ആണ് വരുന്നത്. സ്റ്റഡി പ്ലാനിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്